ബാക്ക് ടു അശ്രീസ് വ്ലോഗ്. അപ്പം ഇന്ന് എൻ്റെ ഒരു നിക്കാണ് എനിക്കൊരു വള എടുക്കണം. വളമാണോന്നറിയില്ല, കഴിച്ചേനല്ല. പിന്നെ നമുക്ക് നോക്കാം എന്താണ് എടുക്കുക. ഈ ഒരു കൈമക്ക് എന്തെങ്കിലും എടുക്കണം. എനിക്ക് വളക്കുണ്ട്, അപ്പം എനിക്ക് വളം എടുക്കണ്ട, വളയുടെ പോലത്തെ വേറൊരു സംഭവം എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഉച്ച ഗോൾഡൊക്കെ ഒന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പോയിട്ട് വരാം. ഗോൾഡിൻ്റെ ഷോപ്പിൽ ആദ്യമായിട്ടാണ് വരുന്നത്. നോക്കട്ടെ. ഇത് സിയാന ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ആണ്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല തിരക്ക്, അതുകൊണ്ട് നിങ്ങടെ വന്നേ. നോക്കട്ടെ, ഇവിടെ കളക്ഷനിലൊക്കെ നേരം കൂടെ തന്നെ പോകട്ടോ. ഇതൊക്കെ ഇങ്ങനെ ഇതിനൊക്കെ ഇങ്ങനെ ഇത് ഇതിൻ്റെ സ്റ്റോണ് ഡയമണ്ട് പറ്റതാണ്. ഇതിന് MRP ആയിട്ടാണ് വരിക. ഇതിന് 53,800 ഇതിന് ടോട്ടൽ കോസ്റ്റ് വരിക. ഇവിടെ കണ്ടത് ഇങ്ങനെ ഊരിപ്പോവില്ല. ഇത് അങ്ങനെ ഞെളങ്ങില്ല. എന്റെ എത്ര വള ഞെളങ്ങി? 3 വള ഞെളങ്ങിയല്ലേ? പക്ഷെ ഇത് നല്ല രസില്ലേ, സിമ്പിളായിട്ട്. ഫാൻസി ഒന്നുമല്ല. പിന്നെ ഇത് ഗോൾഡൻ നോക്കിയ ഡയമണ്ട്. ആഗ്രഹം തീർന്നല്ലോ. ഡയമണ്ട് എന്ന് പറഞ്ഞിട്ടാ ഇത് നിങ്ങളെ പിന്നെ ഗോൾഡായിട്ടും അതിൻ്റെ ഡയമണ്ടായിട്ടും MC പണിക്കൂലൊക്കെ ഇതാണ്. നിങ്ങൾക്ക് വിൽക്കുന്ന സമയത്ത് ഈ വലിയ എമൗണ്ടിൻ്റെ 90% ക്യാഷ് ബാക്ക് കൊടുക്കും. ഒന്നുകൂടി കാണിച്ചു തരുമ്പോ അത് ഇഷ്ടമാണ്. നോക്കട്ടെ, സെലക്ട് ചെയ്യണമല്ലോ. എപ്പോഴും എടുക്കണമെന്നില്ലല്ലോ. ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിക്ക് വിളിച്ച് അപ്പൊ ഒന്ന് പറഞ്ഞ് നോക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വാങ്ങിക്കോ. എല്ലാവരും ഇതേപോലെ ജോയിന്റ് ചെയ്യുന്നുണ്ടായിരുന്നേ, ലോക്ക് ചെയ്യണത്. അത് കുറച്ച് ദിവസം മുന്നേ എൻ്റെ പോയി. അപ്പോൾ അവർക്കൊക്കെ പേടി. അപ്പം ഞാൻ ഇത് കൊടുത്തു. ഇത് വാങ്ങിയാൽ ഇത് കൊണ്ട് കളയില്ല. എനിക്ക് ഇഷ്ടമായിട്ടാണ്. അതെനിക്ക് വാങ്ങണമെന്നുണ്ട്. നോക്കട്ടെ. മറ്റേ കളഞ്ഞിട്ട് 10 ദിവസമായി. 2-3 ദിവസമായില്ലേ? പറയണത് ഉമ്മക്ക് ഞാൻ ഫോട്ടോ വിട്ടെടുത്ത് വീഡിയോ വിട്ടെടുത്ത് എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞ് സൂക്ഷിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എടുത്തോ, അല്ലാന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാൻ പറ്റും, കയ്യിൽ നിന്ന് പോകില്ല എന്ന് ഉറപ്പുണ്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ എടുത്തോളാം മതി. ഇതിങ്ങനെ ലോക്ക് ജോയിൻ ചെയ്യണല്ലേ, അതാണ് പേടി. വളമാകുമ്പോൾ പിന്നെ ഇങ്ങനെ ഊരി പോണല്ലോ. ഇതാവുമ്പോൾ ഞാൻ പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഡയമണ്ട് എന്നുള്ള പേരിൽ അറിയപ്പെടും. അപ്പോൾ അതും കൂടെ കിട്ടിയപ്പോൾ സന്തോഷം കണ്ട കണ്ടെന്തില്ലേ? പിന്നെ ഇവിടെ ഞാൻ അറിയുന്നത് ഒത്തിരി കറിയുണ്ട്. വാങ്ങി തന്നോണ്ടേ അത് എക്സൈറ്റ്മെന്റ് ആണ്. ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മളുടെ പേരോട് അടിച്ചു പറഞ്ഞവര് 594 കേട്ടോ സബ്സ്ക്രൈബേഴ്സ്. അത് 595 ആവും ഇപ്പോൾ. എല്ലാം ചോദിച്ചുണ്ട്. ഒരാളെങ്ങനെ ചെയ്യുന്നെടുത്ത് ഫോണേൽപ്പിക്കാം. സബ്സ്ക്രൈബ് ചെയ്തില്ലേ? കാണിച്ചു എന്താണ് പേജ് തരണം.
ഇത് മാറ്റൊന്നും വേണ്ട. ഇങ്ങനത്തെ മാല മുകളത്തെ അത് വാങ്ങി തരണം കേട്ടോ. അത് കൊടുത്തിട്ട് വാങ്ങല. അത് കൊടുക്കണ്ട, അതിന് ഞാൻ പറഞ്ഞത് മാറ്റണ്ട. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഇങ്ങനത്തെ ഇത് വാങ്ങി തന്നാൽ മതി. സ്ക്വയറിന്റെ അല്ലേ നല്ല ഉള്ള മാല, ഇത് മാറ്റി അത് മാറ്റണ്ട. പിന്നെ എനിക്ക് മോതിരങ്ങൾ വേണ്ട. മോതിരങ്ങളൊക്കെ ഉള്ളത് തന്നെ ഇടുന്നില്ല, അത് വേണ്ട എനിക്ക്. അതൊക്കെ എനിക്ക് വേണ്ട, അതിന്റെ ആവശ്യം. പിന്നെ എനിക്ക് വേണ്ടേ വേണ്ടല്ലോ. വാച്ച് കളക്ഷൻസ് ഉണ്ട്, നല്ല വാച്ച് കളക്ഷൻസ് ഉണ്ട്. ഞാനില്ലേ മറ്റേ ഓണത്തിനില്ലേ ഞാൻ സാരിക്ക് വലിയ മാല ഇടാൻ വിചാരിച്ചിട്ട് മറന്നു ഗൈസ്. മറന്നാണല്ലേ? ഞാൻ ചാട് പറഞ്ഞു എനിക്കത് ഇടാൻ വേണ്ടെന്ന്. മറന്നവനെന്തേലും മറന്നു. അതെ, ആളെ അസ്നത്തും ഞാൻ റിയാസ്. 2.5 കിലോ സ്വർണം കിട്ടാണ്ടല്ലോ ചെയ്യുന്ന 100 അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സ്വർണം ഞങ്ങൾക്ക് എടുത്തു 100 പവന് കിട്ടാന്ന് വെച്ചാലോ. എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് തന്നെ എടുത്തൂടെ? പിന്നെ നിച്ചാനയാ നോക്കണത്. എന്റെ പേരിലുള്ള കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും എടുത്തോളൂ സ്വർണം. 100 രൂപ കിട്ടിയില്ല. 100 പവൻ കിട്ടിയ എല്ലാവർക്കും 1 പവൻ. എല്ലാവർക്കും മീൻസ് അങ്ങനല്ല, ഇത്തമാർക്കും മൂത്തമാർക്ക് ഉമ്മച്ചിക്കും പിന്നെ നിനക്കാണെങ്കിൽ എനിക്ക് അത് ഞാൻ പറഞ്ഞു എനിക്ക് കൊടുക്കണം. ബമ്പർ സമരം 2.5 കിലോ സ്വർണം. 2.25 കിലോ സ്വർണം. ഉമ്മച്ചിക്ക് 25 എന്ന് വെച്ചാലും ഞാൻ എടുത്തു കൊടുക്കും, എല്ലാവരും കൊടുക്കും. പിന്നെ തപ്പനെന്ന് വെച്ചാല് ഇൻഷാല്ലാ നോക്കാം. വിറ്റിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകും. അല്ല, എനിക്ക് കാർ എടുക്കണം. അപ്പൊ ആഗ്രഹങ്ങൾ വലുതാണ്. കാണുന്നുണ്ട് അഹങ്കാരം. ഇനിയിപ്പോ ഈ പട്ടിഷോ ആണല്ലോ അടിച്ചോനെ. പട്ടിച്ചോ കാണിക്കാനേ വീട്ടിൽ ആരില്ലാണ്ടായി പോയി. ഉമ്മില്ലവിടെ, ഇട്ടില്ല, ആരില്ല. ഇപ്പൊ ഞങ്ങനെ അപ്പൊ ഞാൻ മാത്രമായിട്ട് കാണുമ്പോ ഈ ഷോപ്പ് മൊത്തല്ലേ അതെ വെറും ഷോപ്പായിരിക്കില്ല ഇനി. എന്താ സുഖം? എനിക്ക് വയ്യേ കൈ ഇങ്ങനെ മതി, അതിനുള്ള ഉള്ളൂ. യൂട്യൂബിന്റെ പേര് എടുത്തിട്ട് അടിക്കച്ചിന അടിക്കട്ടെ. ഇവിടെ ഈ ഗോൾഡൻ മിസ്സാക്കുന്നോണ്ട് ഡൗട്ടുണ്ട്. 2 സൈഡുകൾ കളഞ്ഞിട്ട് വന്നു. ഓണത്തിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പാല് വാങ്ങലേ കേട്ടോ. അങ്ങനെ ഉണ്ട്. കാട് തീർക്കരുത്. ഓക്കെ ഒരു മൈലാഞ്ചി കിട്ടിയിട്ടുണ്ട് ഭാഗ്യം. ചാനലിന്റെ കുറച്ചേ ഉള്ളൂ, 2-3 ദിവസമായുള്ളൂ. ഇപ്പൊക്കെ ആയി വരുന്നുള്ളൂ, 600 ആവണുള്ളൂ. 500 എത്രയായി? 90 കാണിച്ചു കൊടുക്കാൻ. നവംബറിലാണ് നറുക്കെടുപ്പ് കേട്ടോ. നവംബർ ഫസ്റ്റിലുണ്ടാവും. ഒക്ടോബർ ലാസ്റ്റ് വരെയാണ് ഇതിന്റെ കാലാവധി. ഇത് ലൈവായിട്ടായിരിക്കും, മന്ത്രി ആരെങ്കിലും നറുക്കെടുക്കാം. എറണാകുളത്ത് വെച്ചിട്ടാണ്. പ്ലേസ് സമയം കറക്റ്റ് പോകണില്ല, പ്ലേസ് പറഞ്ഞു. അപ്പൊ ചിനാക്കുള്ള ഗോൾഡൊക്കെ വാങ്ങി വന്നിട്ടാ. പക്ഷെ ഇതല്ല മെയിന്, ഞങ്ങക്ക് നവംബറിലൊരു ഗിഫ്റ്റ് തരാണ്ട് വരും. 25 കിലോ 2.25 കിലോ ഗോൾഡിന്റെ ഒരു സമ്മാനം വരുന്നുണ്ട്. അതെ. പിന്നെ അതുപോലെ ഇവർക്കൊരു മൈലാഞ്ചി കൊടുത്ത്, ഗിഫ്റ്റ് ആയിട്ട് മൈലാഞ്ചി കൊടുത്ത്, പിന്നെ അതുപോലെ പാലട പ്രഥമന്റെ ഒരു മിക്സ് കൊടുത്ത്, പാല് മാത്രം വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, ഈ തല മാത്രമുള്ള എനിക്ക്. പിന്നെ അതുപോലെ കൈമത്തെ ഷോണിക്ക് ഇങ്ങനെ അതെടുത്തിട്ടുണ്ട്. ഞാനിപ്പോ തന്നെ ഇട്ട്
എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ തന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് പോയത്. ഞാൻ ഓൾറെഡി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ടൈപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നാളെ ഉമ്മിക്ക് ചെന്ന് കാണിച്ചു കൊടുക്കണം. ഉമ്മച്ചിയുടെ അടുത്തേക്ക് ഇപ്പോഴൊന്നും പോണില്ല. ഫോട്ടോ വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഒക്കെ അടിപൊളി കേട്ടോ. അവര് നമ്മള് യൂട്യൂബ് വീഡിയോ എടുക്കുന്നുണ്ടപ്പോ തന്നെ ചോദിച്ചു യൂട്യൂബൊക്കെ ഉണ്ടോന്ന്. അതെ, ഇനി ഞങ്ങൾ വീട്ടിൽ പോണം. ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ ഇവിടെ ആരില്ല, കാണിച്ചു കൊടുക്കാനൊന്നും ആരില്ല. അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട്. ഇനി എന്തായാലും നാളെ ഉമ്മയുടെ അടുത്തേക്ക് പോകും. ഉമ്മയും കഴിച്ചിട്ട് ഇന്ന് പോയി കേട്ടോ. അത് പറയാൻ മറ്റന്നാളെ പോവില്ല, 23-ാം തീയതി പോകണം. അപ്പൊ കഴിച്ചിട്ട് പോണ്. ഇതാണ് നമ്മള് പർച്ചേസ് ചെയ്ത ഗോൾഡൻ ഷോപ്പ് സിയാന. അപ്പൊ എറണാകുളത്ത് വെച്ചിരുന്ന നറുക്കെടുപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്ന് വെച്ചാലും അകലുള്ളവരെന്ന് വെച്ചാലും ഇവിടെ വന്ന് വാങ്ങാം. നല്ല ഗോൾഡൊക്കെ ആണ്. ഇതിന്റെ നല്ല ഗോൾഡൊക്കെ ഉണ്ട് കേട്ടോ. കളയൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഇങ്ങോട്ട് വരാം. ഇതിന്റെ റിവ്യൂ ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് പറഞ്ഞത് പറഞ്ഞത് വളെടുത്തപ്പോ ഈ മോതിരം വേണം. മോതിരം വേണ്ടെന്നുണ്ട ഞാൻ എത്ര നേരം പറഞ്ഞത്. എനിക്ക് വേണം. ഇനിയൊരു മോതിരം എടുക്കണം. അപ്പൊ ചെറിയൊരു മോതിരം കേട്ടോ. വലിയ മോതിരം ഇതാണ്. ഇത് പെടുത്താ ഭംഗിയുണ്ട്. എന്താ ചെയ്യുന്ന നമ്മളിവിടെ ഒരു കുറി കൂടാൻ പോണം. ഇടക്കിടക്ക് ഗോൾഡ് എടുത്തരാനേ. അപ്പൊ ഇങ്ങനെ പൈസ ഇട്ടെടുത്താല് ഇടക്കിടക്ക് എനിക്ക് മാല, വള, കമ്മല്, കൺമശി അങ്ങനത്തെ കിട്ടും. അപ്പൊ അതൊക്കെ എടുത്തരാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കുറി കൂടാം. അപ്പോൾ നമ്മ 20 മന്ത്സിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണിക്കൂലി ഇല്ലാതെ ഗോൾഡ് കിട്ടും. നമുക്ക് എപ്പോഴാണെങ്കിലും എടുക്കാം. പക്ഷെ അപ്പോഴേക്കും പണിക്കൂലി ഉണ്ടാവും. എമൗണ്ട് ആണ് വേണമെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് കൊടുക്കാം, ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഗോൾഡ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. ഞങ്ങൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മളിൽ പൈസ ഉള്ള സ്ഥിതിക്ക് കുറി കൂട്ടണമെന്ന് കുറേ നാളായി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കൈചിട്ടൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ കൈചിട്ടൊക്കെ അങ്ങനെ ഗോൾഡ് എടുത്തിട്ടുണ്ട്. 2 കുറിയിൽ ചേർന്നിട്ട് 2 കുറി ഒരു ഡ്രിങ്കും കൂടി കിട്ടിയിട്ടില്ലേ? ഇത് കിട്ടിയിട്ട് അച്ഛനോട് പോകുന്നു. മുന്തിരി ജ്യൂസാണ്. സ്നേഹത്തോടെ എന്നാ കുടിക്കും. പിച്ച കുറിക്കുള്ള ഫസ്റ്റത്തെ പൈസ കൊടുക്കണ്ട കേട്ടോ. ഇടക്കിടക്ക് ഇങ്ങനെ കൊടുക്കൂലേ? ശരി. അങ്ങനെ ഞങ്ങളെ ഗോൾഡ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. അതെ, ആരാണ് അവൻ ഞാൻ കണ്ണി കണ്ടിരിക്കണത് അല്ലേ ചാ? പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാമത് വന്ന കേട്ടോ. രണ്ടാമത് വന്നത് എന്തിനാ? രണ്ടാമതൊരു മോതിരം എടുക്കാന്ന് പറഞ്ഞിട്ട് വന്നത്. ഇവിടെ വേറൊരു ഓഫർ കണ്ട്, അതായത് ഒരു കുറിയുടെ ഒരു ഓഫർ ഉണ്ട്. അപ്പൊ അതിക്ക് നമുക്ക് ഇനി കുറച്ചിങ്ങനെ അടച്ചടിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഗോൾഡ് മര്യാദക്കുള്ള ഒരു ഗോൾഡ് എടുക്കാലോ. മോതിരം എടുക്കുകയാണെങ്കിൽ ചെറിയൊരു മോതിരം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോ കുറി കൂടാന്ന് വിചാരിച്ചൊരു കുറി കൂടി. കുറിന്റെ ഒക്കെ പാസ്പോർട്ട് അല്ല, കുറിയുടെ ഒക്കെയാണ് സിയാന. ഇൻഷാല്ലാ ഇച്ചങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഗോൾഡ് ഒക്കെ എടുത്തു തരുന്നതായിരിക്കും അല്ലേ? തേങ്ങ പോട്ടെ.
ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.